ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിലെ നമ്മുടെ വായന ഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 25 മുതൽ 26 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായം 1-ാം വാക്യം. അക്വിലാസ് എന്നു പേരുള്ള ഒരു യഹൂദനെയും അവൻ്റെ ഭാര്യ പ്രിസ്കില്ലയെയും കണ്ട് അവരുടെ അടുക്കൽ ചെന്നു. യഹൂദർ റോം വിട്ടു പോകണമെന്നുള്ള ക്ലൗദ്യോസ് ചക്രവർത്തിയുടെ കൽപ്പന അനുസരിച്ച് മറ്റ് യഹൂദർക്കൊപ്പം കൊരിന്തിൽ കുടുംബസമേതം കുടിയേറിപ്പാർത്ത വ്യക്തിയായിരുന്നു അക്വിലാസ്. പൊന്തോസ് സ്വദേശിയായ ഒരു യഹൂദനായിരുന്നു അക്വിലാസ്. അക്വിലാസ് എന്ന പേരിൻ്റെ അർത്ഥം കഴുകൻ എന്നാണ്. കരിങ്കടലിൻ്റെ തെക്കേ തീരത്ത് ഹാലൂസ് നദിക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെയാണ് പൊന്തോസ് എന്ന് വിളിച്ചിരുന്നത്. ഈ പ്രദേശത്തിൽ ധാരാളം യഹൂദർ താമസിച്ചിരുന്നു. അക്വിലാസും ഭാര്യയും ഇവിടത്തുകാരായിരുന്നു. ഇവർ തുകൽ പണി അറിയാവുന്നവരും കൂടാരപ്പണി കൊണ്ട് ഉപജീവനം നടത്തിയവരുമായിരുന്നു. എന്നാൽ അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായം 3-ാം വാക്യത്തിൽ അക്വിലാസിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ പ്രഭാതത്തിൽ അക്വിലാസിൻ്റെ ചില പ്രത്യേകതകൾ നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് തിരുവചന പഠനത്തെ പ്രോത്സാഹിപ്പിക്കുന്നവനായിരുന്നു. ധാരാളം ഗുണഗണങ്ങളുള്ള ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു അക്വിലാസും പ്രിസ്കില്ലയും. മറ്റുള്ളവരുടെ ആത്മീയ വളർച്ചയിൽ ഏറെ സ്വാധീനം ചെലുത്തുവാൻ ഈ ദമ്പതികൾക്ക് സാധിച്ചു. തങ്ങളുടെ ഭവനത്തിൽ താമസിപ്പിച്ച് അപ്പല്ലോസ് എന്ന വ്യക്തിയെ തിരുവചനത്തിൽ സമർത്ഥനാക്കി തീർക്കുന്നു. ആത്മീയ വളർച്ചയിൽ മറ്റുള്ളവരെയും രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ അക്വിലാസ് വൈദഗ്ധ്യം ഉള്ളവനായിരുന്നു. ഇതിലൂടെ പുതിയ ആത്മീയ നേതൃത്വത്തെ രൂപപ്പെടുത്തി എടുക്കുന്ന ഒരു നല്ല സ്വഭാവം ഇവർക്ക് ഉണ്ടായിരുന്നു. എൻ്റെ ശുശ്രൂഷയിൽ എനിക്ക് പിൻഗാമികൾ ആര് എന്ന ഒരു ചോദ്യം നമ്മെ എപ്പോഴും ഭരിക്കേണ്ടത് ആവശ്യമാണ്. പ്രിയമുള്ളവരെ, അതിനായി നമുക്ക് നമ്മുടെ തലമുറകളെ പാകപ്പെടുത്തി എടുക്കുവാനായിട്ട് സാധിക്കണം. സ്പിരിച്വൽ ലീഡേഴ്സ് എന്ന നിലയിൽ, സൺഡേ സ്കൂൾ അധ്യാപകർ എന്ന നിലയിൽ, പേരൻസ് എന്ന നിലയിൽ, സമൂഹത്തിൽ മറ്റ് സ്ഥാനം വഹിക്കുന്നവർ എന്ന നിലയിൽ നമുക്ക് നേതൃത്വ ഗുണമുള്ള നല്ല സമൂഹത്തെ രൂപപ്പെടുത്തി എടുക്കുവാനായിട്ട് കഴിയണം. അക്വിലാസിനെ പോലെ തിരുവചന പഠനത്തെ പ്രോത്സാഹിപ്പിക്കുവാനും അതിലൂടെ നല്ല നേതൃത്വത്തെ വാർത്തെടുക്കുവാനും നമുക്കും സാധിക്കണം. രണ്ടാമതായിട്ട് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്കായി ത്യാഗം സഹിക്കുന്നവൻ. ആത്മീയ നേതൃത്വത്തിലായിരിക്കുന്നവരെ കരുതുവാനും സ്നേഹിക്കുവാനുമുള്ള മനോഭാവം അക്വിലാസിൽ പ്രകടമാണ്. മാത്രമല്ല, സഭാസേവനത്തിനായി തങ്ങളുടെ ഭവനം തുറന്നു കൊടുത്തുകൊണ്ട് ഇവർ സഹവിശ്വാസികൾക്ക് മാതൃകയായിത്തീരുന്നു. മാത്രമല്ല, വീട്ടുസഭയുടെ വളർച്ചയ്ക്കായി അവർ ആവോളം അധ്വാനിച്ചിരുന്നു. അങ്ങനെ അക്വിലാസ് തൻ്റെ ആരോഗ്യം, സമയം, ജീവിതം, ഭവനം ഇവയെല്ലാം സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്കായി ദാനം ചെയ്യുവാൻ തയ്യാറായി. ഇദ്ദേഹം സാധാരണക്കാരനായ ഒരു തൊഴിലാളിയായിരുന്നു. കൂടാരപ്പണി ചെയ്താണ് ഉപജീവനം നടത്തിയിരുന്നത്. സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്കായി ഒരു സാധാരണക്കാരൻ ഇത്രയധികം ചെയ്തെങ്കിൽ ദൈവരാജ്യ പ്രവർത്തനങ്ങൾക്കായി കരം നൽകുവാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ? ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആരോഗ്യം, സമയം, കഴിവുകൾ, സമ്പത്ത് ഇവയുടെ ഒരംശം സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്കായി നൽകുവാൻ നമ്മൾ തയ്യാറാണോ? പ്രിയമുള്ളവരെ, ഇത്തരത്തിൽ അക്വിലാസിനെ പോലെ തിരുവചനം പഠിക്കുവാൻ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നവരായും സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്കായി ആവോളം യത്നിക്കുവാൻ അഥവാ ത്യാഗം സഹിക്കുന്നവരായും നമുക്ക് തീരാം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അക്വിലാസിനെ പോലെ ദൈവരാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്കായി എന്നാൽ ആവോളം പ്രവർത്തിക്കുവാനുള്ള മനസ്സൊരുക്കം നൽകണമേ. ആമേൻ.